ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനത്തിനായി കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് തന്നെ ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയായിരുന്നു. ശരിക്കും ഇതൊക്കെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്ക് വേണ്ടിയും അത് കഴിഞ്ഞ് പിന്നെ അത് നൽകത്തില്ല എന്നുള്ള ബോധ്യമായപ്പോഴത്തേക്കും പിന്നെ സ്പീക്കർ പദവിയിലോട്ടായി കോൺഗ്രസിൻ്റെ ആ ഒരു നീക്കം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ലാതെ തന്നെ കോൺഗ്രസിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആ ഒരു തരത്തിൽ നീങ്ങി അവസാനം എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ്. കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അവസാനം കോൺഗ്രസിനെ എതിർക്കാനും പറ്റുന്നില്ല, അനുകൂലിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവസാനം എതിർപ്പ് മാറിയിട്ട് അനുകൂലമായ രീതിയിലോട്ട് സ്പീക്കർ സ്ഥാനത്തിൻ്റെ ആ ഒരു കാര്യം മാറി. മൗനം പാലിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരിടത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ആ ഒരു സന്ദർഭത്തിൽ പാർലമെൻറ്റിൽ കാണാനിടയായത്. ഇപ്പോൾ ഇതാ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യത്തിൽ, അതായത് സ്പീക്കറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി സ്പീക്കറിനെ BJP തന്നെ നിശ്ചയിച്ച് ആ വ്യക്തിയെ തന്നെ സ്പീക്കറാക്കി മാറ്റുകയും ഇപ്പോൾ ഇതാ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യത്തിലും ഏകദേശ തീരുമാനം ആകുന്നു എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ BJPയിൽ നിന്നല്ലാതെ തന്നെ NDAയിൽ നിന്ന് തന്നെ ഒരു വ്യക്തി ആയിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ ആവുക എന്നുള്ള തലത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ദേശീയ മാധ്യമത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും NDAയിൽ നിന്നുമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ TDP അല്ലെങ്കിൽ JDU ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ആരെങ്കിലും ആയിരിക്കും ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലും. അതിൽ തന്നെ നമ്മൾ നേരത്തെ കേട്ടതാണ് TDPക്ക് ഡെപ്യൂട്ടി സ്ഥാനം കൊടുക്കാമെന്നുള്ള ആ ഒരു ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. BJP കൊടുക്കാമെന്നുള്ള തലത്തിലുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ TDPക്ക് ചാൻസ് കൂടുതലുണ്ട്. ഇനി അഥവാ TDPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആ ഒരു രീതിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ JDUയിലോട്ട് പോകും. അതുമല്ലെങ്കിൽ ഇനി വേറെ തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ BJPയിൽ നിന്ന് തന്നെ ഒരാൾ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വാർത്തകൾ ശരിയാണെങ്കിൽ, ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആ ഒരു തരത്തിൽ NDAയിൽ തന്നെ ഉള്ള പാർട്ടികൾക്ക് തന്നെയായിരിക്കും ആ ഒരു രീതിയിൽ ഇപ്പോൾ JDU അല്ലെങ്കിൽ TDP നിന്നുള്ള വ്യക്തി തന്നെയായിരിക്കാം ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത്. അതുമാത്രമല്ല അത് ഉടൻ തന്നെ അനൗൺസ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇത് DMKക്ക് ഓഫർ ചെയ്തിരുന്നു ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു, കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ആ ഒരു തരത്തിൽ DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാം എന്നുള്ള തലത്തിൽ. പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ പോയി. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം NDAയിൽ തന്നെ നിലനിർത്താനായിട്ടുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഈ പറയുന്ന TDPക്കോ അല്ലെങ്കിൽ JDUവിനോ പോകാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ ഈ ഒരു കാര്യത്തിൽ അവർ വല്ലാത്ത രീതിയിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ അവർ ആ ഇടപെട്ട കാര്യത്തിൽ അവർക്ക് ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമില്ല, അതോടൊപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും കൂടി ചെയ്തു. അവസാനം വോട്ടെണ്ണാൻ പോലും തയ്യാറാവാതെ ആ ഒരു രീതിയിൽ അവർക്ക് പിന്മാറേണ്ടിയും കൂടി വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു വലിയ തിരിച്ചടിയായി തന്നെ അവർ കാണുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരിക്കും ഇത് അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സർക്കാരിനെ ആ ഒരു തരത്തിൽ വെട്ടിലാക്കാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ആ ഒരു തരത്തിൽ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള തരത്തിലൊക്കെ വന്നിട്ട് അവസാനം കോൺഗ്രസിന് തന്നെ അതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും അവസാനം അവർക്ക് മിണ്ടാതെ ഇരിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ, അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത കാര്യമായി അവർക്കിടയിൽ വന്നു. അതിലൂടെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു വിള്ളലും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യവും കൂടി തന്നെയാണ്. ഇപ്പോൾ ഇത് സ്പീക്കർ സ്ഥാനമെല്ലാം തന്നെ BJP തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ഇപ്പോൾ അടുത്ത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ആ ഒരു തരത്തിലേക്ക് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു. അതും തീർച്ചയായിട്ടും NDAയിൽ തന്നെ നിൽക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും TDPയോ അല്ലെങ്കിൽ JDUയോ ഈ രണ്ട് പാർട്ടികളിൽ ആരെങ്കിലും തന്നെയായിരിക്കാം ഈ പറയുന്ന സ്പീക്കർ സ്ഥാനത്തേക്ക്, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത്. ഇനി അതല്ല എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി അതിൻ്റെ ഇടയ്ക്ക് നടക്കുമോ, ഇനി BJP തന്നെ വേറെ തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടത്തുമോ എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം
കാര്യം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോൺഗ്രസിന് ഈ പറയുന്ന തുടക്കം തന്നെ പാളിച്ച് സംഭവിച്ച എന്ന ഒരു മട്ടിലോട്ടാണ് ഈ ഒരു സ്പീക്കർ കാര്യത്തിൽ തന്നെ മാറിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കോൺഗ്രസിന് തുടക്കത്തിൽ തന്നെ ഈ ഒരു പാളിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ BJPക്ക് കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങി. ആ ഒരു തരത്തിൽ ഈ സ്പീക്കറിന്റെ കാര്യത്തിൽ തന്നെ BJPക്ക് കുറച്ചുകൂടി ഹൈപ്പ് കയറുകയും കോൺഗ്രസിൽ അത് വല്ലാത്ത തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ BJP വിചാരിക്കുന്ന കണക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നുമില്ല. പലതരത്തിലുള്ള പാളിച്ചകൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനിടയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് വരും, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം.